ഹായ് ആമീസ്, ആരേശ്വർ സീസൺ 1 തേർഡ് എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഈ എപ്പിസോഡിൽ അവർ ജേജു ഐലൻഡിലോട്ടാണ് പോകുന്നത്. മാത്രമല്ല ഈ എപ്പിസോഡിൽ നമ്മുടെ വിയും ജോയിൻ ചെയ്യുന്നുണ്ട്. മെമ്പേഴ്സിന്റെ ഗ്രൂപ്പ് ചാറ്റ് കണ്ടിട്ട് ജേജു ഐലൻഡിലോട്ടാണ് പോകുന്നത് എന്നറിഞ്ഞിട്ടാണ് വി ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. 3 പേരും കൂടെ ആദ്യം പോണത് ഒരു റെസ്റ്റോറന്റിലോട്ടാണ്. ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ വി ആണ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റിലോട്ട് എത്തി. വിയും കൂക്കിയും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ജിമിൻഷി കുറച്ചേരം അവിടെ തന്നെ കാറിലിരുന്നു. അവരതിന്റെ ഉള്ളിലോട്ട് കയറിപ്പോയിട്ട് ജിമിൻഷി കടൽ നോക്കി കുറച്ചേരം കൂടെ അവിടെ നിന്നു. ജിമിൻഷി ഒരു മലേന്റെ ചോട്ടിലായിരുന്നു താമസിച്ചിരുന്നെന്നും എപ്പോഴും കടലൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് എനിക്ക് കടൽ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ ജിമിൻഷി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കഴിക്കാൻ പോയി ഇരുന്നതിന്റെ ശേഷമാണ് കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് നോക്കണത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ജിമിൻഷി വന്നു, ഫുഡും വന്നു. അങ്ങനെ അവർ കഴിക്കാൻ തുടങ്ങി. രണ്ടാളും ശരിക്കും എൻജോയ് ചെയ്ത് കഴിച്ചു. പക്ഷെ ജിമിൻഷിക്ക് മാത്രം കഴിക്കാൻ പറ്റില്ല. മേ ബി ആ സ്റ്റൊമക്ക് ഇഷ്യൂ കാരണമായിരിക്കാം. പിന്നെ ജിമിൻഷി കുറച്ച് ഫുഡ് എടുത്ത് വിക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ വി അത് കഴിക്കാതെ അവിടുന്ന് ഓടിപ്പോവാണ്. ജിമിൻഷി വിടുവോ, നീ ഇത് കഴിച്ചിട്ട് പോയാൽ മതി. ജിമിൻഷി പിന്നാലെ ഓടി, ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ഓടി. സ്പീഡ് കിട്ടാൻ വേണ്ടിയായിരിക്കും, നമ്മളും അങ്ങനെയൊക്കെ തന്നെയല്ലേ. അങ്ങനെ വീനെ പിടിച്ചു, ആ ഫുഡ് കഴിപ്പിക്കുകയും ചെയ്തു. ഞാൻ അതല്ല ആലോചിക്കണേ, ഇമ്മാതിരി ഓട്ടൊക്കെ ഓടിയിട്ട് ആ കയ്യിലിരിക്കുന്ന ഫുഡൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു ഇഞ്ച് അനങ്ങിയിട്ടില്ല. പിന്നെ കൂക്കിയാണ് ജിമിൻഷിക്ക് ചെരുപ്പൊക്കെ എടുത്തു കൊടുക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു അവർ തിരിച്ചു പോയി. ജിമിനും വിയും കാറിലും കൂക്കി ബൈക്കിലും. ഇവിടെയാണ് ഇവർ സ്റ്റേ ചെയ്യുന്നത്. പെട്ടയും കിടക്കൊക്കെ എടുത്ത് ഉള്ളോട്ട് പോയി. എന്നിട്ട് റൂമൊക്കെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. ശേഷം 3 ആളും കൂടെ വന്ന് നിലത്ത് കിടന്നു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് പൊരിഞ്ഞ ഡാൻസ്. പാവ ജിമിൻഷി, ആൾക്ക് തീരെ വയ്യ. പക്ഷെ യുവന്മാർ അതിനെ വെറുതെ വിടുന്നുമില്ല. ഇതാണ് കേസ് കൊറിയൻ മുടിയാട്ടം. ആൻഡ് ജിമിൻ ബി ലൈക്ക്, ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന്. ഇപ്പൊ ആർമീസിനൊക്കെ ഈസി ആയിട്ട് കാണാൻ കിട്ടുന്ന ഒരു കാഴ്ചയാണിത്. ഇതൊക്കെ പണ്ട് സ്റ്റിക്കർ വെച്ച് മറച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു കാലം. അന്നൊക്കെ നമ്മൾ തല കുത്തി നിന്നാൽ പോലും ഇങ്ങനെ ഒരു സീൻ കിട്ടൂല. ഇപ്പൊ ഒന്ന് പോയി ഷർട്ട് എടുത്തിടൂ എന്ന് പറയേണ്ട അവസ്ഥയാണ്. നീന്താനാണെന്നും പറഞ്ഞു പോയിട്ട് വാട്ടർ ഗണ്ണും പിടിച്ചുകൊണ്ടാണ് കൂക്കി വരുന്നത്. ജിമ്മിച്ചിനെ വന്ന് വെള്ളം തെറിപ്പിക്കുന്നുണ്ട്. പാവം, ആ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം വരുന്നുണ്ട്. കൂക്കിയുടെ ഡിക്റ്റേറ്റീവ് മോഡ് ഓൺ. ഐഷ്, ആരാ വരുന്നത്? കാവിലെ ഭഗവാനോ? പാവ, ഇതുങ്ങൾ രണ്ടും കൂടെ ആ ചെറുക്കനൊരു സൗകര്യം കൊടുക്കൂല. പിന്നെ ഇവർ രണ്ടാളും കൂടെ പൂളിൽ ചാടി കുറച്ചു നേരം വെള്ളത്തിൽ കളിച്ചു. ആ സമയത്ത് ജിമിൻഷി നല്ല ഉറക്കത്തിലായിരുന്നു. പൂളിൽ നിന്ന് ആദ്യം വി കയറി വന്നു. കാലിൽ ചെറിയൊരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ ചാടിക്കളിയിൽ പറ്റിയതായിരിക്കും. കൂക്കി എപ്പോഴും ആ വാട്ടർ ഗണ്ണ് പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനും കയറി വന്നു. പിന്നെ കാണിക്കുന്നത് വി ഒരു സോളോ റൈഡിന് പോണതാണ്. പോയി വന്നപ്പോഴേക്കും ജിമിൻഷി ഓണായി. ഇനി പ്രതികാരം മൂട്. പോയി വാട്ടർ ഗണ്ണിൽ വെള്ളം നിറച്ച് രണ്ടിനെയും ചറപറാന്ന് വെടിവെക്കാൻ നോക്കി. വി കുറച്ചേറെ ഡിഫെൻഡ് ചെയ്തു. എവിടെ മറ്റേ വവ്വാലെ? കൂക്കിയപ്പോഴേക്കും പോയി ഒളിച്ചു. എന്നാൽ ജിമിൻഷി വെറുതെ വിടോ? ഇപ്പോഴാണ് ജിമിൻഷി ഒന്ന് ട്രാക്കിലായത്. അങ്ങനെ പ്രതികാരമൊക്കെ ഏകദേശം സെറ്റായപ്പോൾ നമ്മുടെ സൂപ്പർ മോഡൽ വീനെ പിടിച്ചിരുത്തി ഒരു ഫോട്ടോ എടുക്കാൻ. അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, പല്ല് കാണിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്തു. വാവ്, എസ്തെറ്റിക്. പിന്നെ 3 പേരും ഡ്രസ്സൊക്കെ ചെയ്ത് പോയത് എന്റർടൈൻമെന്റ് പാർക്കിലോട്ടാണ്. വെറുതെ ഇങ്ങനെ നടക്കുന്നതിന് പകരം ഇങ്ങനെ ചാടി ചാടി നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന ആർമീസെ. അവർ അതിന്റെ ഉള്ളിലോട്ട് കയറി. ട്രെയിനർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കയറുമ്പോൾ തന്നെ വി നമ്മൾ സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൂക്കിക്ക് ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആന കരിമ്പും കാട്ടി കയറിയ പോലെയായി. ഈശ്വരാ, ഞാനിത് ഏതിൽ കയറും? എല്ലാം കൂടെ ഒരുമിച്ച് കയറാനും വയ്യല്ലോ. കൂക്കിക്ക് ഇതൊക്കെ ഒരു നിസ്സാരം. പുഷ്പം പോലെ എല്ലായിടത്തും ചാടി ചാടി കയറി. ഞാനൊരു സംഭവം തന്നെ. ജിമിൻഷിക്ക് പേടിയുണ്ടെങ്കിലും പിന്നെയും കയറാൻ നോക്കുന്നുണ്ട്. പക്ഷെ വി ആണ് വലിയ കോമഡി. ഇവിടെ സേഫ് അല്ല എന്ന് അണ്ണന് പിന്നെയാണ് മനസ്സിലായത്. ഇപ്പൊ കാണാൻ നല്ല പച്ചത്തുള്ളനെ പോലെ ഉണ്ട്. ഞാനല്ല, ജിമിൻഷി പറഞ്ഞതാണ്. കൂക്കി കൂളായിട്ട് അതും ചെയ്തു. പക്ഷെ നെക്സ്റ്റ് കയറിയത് വി ആണ്. അണ്ണന് നല്ല പേടിയുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഗെയിം ഇതിന്റെ മുകളിൽ കയറിയിട്ട് ആ തൂങ്ങിക്കിടക്കുന്ന പഞ്ചിങ് ബാഗ് പോലത്തെ അതിലോട്ട് ചാടി പിടിക്കണം. കുറച്ച് പേടിയുണ്ടെങ്കിലും ജിമിൻഷി ചെയ്തു. പക്ഷെ അവിടെ ചെന്നിടിച്ചപ്പോ ജിമിൻഷിന്റെ ചുണ്ട് പൊട്ടി. പിന്നെ കയറിയത് വി ആണ്. മുകളിലോട്ടൊക്കെ കയറി. പക്ഷെ അവിടെ എത്തിയപ്പോ മനസ്സ് മാറി. ദേ ചാടുന്നില്ലേ? അപ്പൊ ജിമിൻഷി, മര്യാദയ്ക്ക് ചാടിക്കോ. ഇതിനു വേണ്ടി ഞാനൊരു ചുണ്ട് വരെ സാക്രിഫൈസ് ചെയ്തു. താഴത്ത് നിന്ന് കൊടുക്കുന്ന പ്രോത്സാഹനം പോരാഞ്ഞിട്ടായിരിക്കും കൂക്കി അതിന്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറുന്നത്. വിയേട്ടാ ചാടിക്കോ. അങ്ങനെ ഒരു വിധം ധൈര്യം സംഭരിച്ച് ഒറ്റ ചാട്ടം. ഐ എം പ്രൗഡ് ഓഫ് യു കുട്ട. ഇതൊക്കെ എന്ത്? നെക്സ്റ്റ് നമ്മുടെ കൂക്കി കേറിയ പാടെ ഒരൊറ്റ ചാട്ടം. കൂക്കി ചാടുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രോത്സാഹനമൊന്നും ഇല്ലാന്ന് ജിമിൻഷി. പിന്നെ കയറിയത് ഈ ഒരു റൈഡിലാണ്. ജിമിൻഷിന്റെ മുഖത്താണ് വേറൊരു സ്മാരകം കൂടി വന്നു. ഇവർ ശരിക്കും തന്നെയാണ് പണി. ഇതിങ്ങനെ മൂട്ടിപ്പിടിച്ച് വലിച്ചു വിടണം, അപ്പോഴേ അത് സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 3 പേരും റൈഡൊക്കെ എൻജോയ് ചെയ്തു. കൂക്കിയുടെ റൈഡ് ആദ്യം കഴിഞ്ഞു. ഇവർ അപ്പോഴും റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു റേസിംഗ് കോമ്പറ്റീഷൻ പോലെ. ഇതൊക്കെ കണ്ടിട്ട് വാട്ടെ കുട്ടിക്കളി, ഇമ്മച്ചുർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കൂക്കി. കുട്ടികളെ അടുത്തുകൂടി പോയിട്ടില്ലാത്ത മഹാനാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അല്ല, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. രണ്ടിനും കുറച്ച് കുട്ടികളി കൂടുതലാണ്. അറ്റ് ലാസ്റ്റ് ജിമിന്റെ ഒരു തവളച്ചാട്ടം. അതോടുകൂടി 3ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. 4ാമത്തെ എപ്പിസോഡ് ഞാൻ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കാണാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.